മമ്മൂട്ടിയുടെ ഐഡിയ തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. കാരണം നമ്മൾ കളർ കണ്ടും മടുത്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നമ്മുടെ എല്ലാ ജനറേഷൻ കാണും. ഞാൻ പണ്ട് ദൂരദർശനിൽ മറ്റേ കണ്ടിട്ടുണ്ട്, പക്ഷേ തിയേറ്ററിലാണ് എക്സ്പീരിയൻസ് ആയത്. പിന്നെ ഇതിൻ്റെ ഓളവും തിരുവൻ സിനിമയും അത് വെച്ച് അവർ കളറിലെടുക്കണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കളറിലെടുക്കണം. ഇനി നല്ലൊരു അനുഭവമായിരുന്നു, വിസിൽ എഫക്റ്റ് നല്ല അനുഭവമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? BGM എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ ബാക്ക്ഗ്രൗണ്ട് ആയാലും ക്യാമറ വർക്ക് ആണെങ്കിലും സൗണ്ട് വർക്ക് ആണെങ്കിലും മറ്റേ ആർട്ട് ഡയറക്ഷൻ ആയാലും എല്ലാം ഉപകരണമാണ്. ഇങ്ങനത്തെ റോൾസ് കുറേ ഉള്ളി ചെയ്യാൻ പറ്റും, ഈ നൻപകളിൽ അങ്ങനത്തെ റോൾസ് ഒരുപാട് ചെയ്യാൻ പറ്റും അമിതാഭ് ബച്ചൻ ചെയ്തോളെ. പക്ഷേ ഇനി ആക്ഷൻ മൂവീസ് ചെയ്യാൻ പറ്റും സംശയമുണ്ട്, കാരണം പ്രായ ഒരു ഫാക്ടറാണ്. അപ്പോൾ ലാലേട്ടനിൽ ഇപ്പോഴും ആക്ഷൻ റോൾസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റില്ല. ഈ അർജുന അശോകൻ അവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അർജുന അശോകൻ നല്ല സ്പേസ് ആണ്, തകർത്തിട്ടുണ്ട്. എനിക്ക് വിളിക്കുന്ന അവാർഡിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് ടെക്നിക്കലി ആർട്ടിസ്റ്റിക്കലി വളരെ സൂപ്പർ മൂവിയാണ്. മമ്മൂക്കയ്ക്ക് എവിടെ നിന്നാണ് ഈ സ്ക്രിപ്റ്റിൽ കിട്ടുന്നത് മനസ്സിലാവുന്നില്ല. അറിഞ്ഞെങ്കിൽ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കാമായിരുന്നു. ലാലേട്ടൻ കാതല കണ്ട് ചെട്ടിപ്പോയി. ഇവിടുന്ന് ഈ സിനിമയോട് ഭയങ്കര പാഷനാണ് ഇപ്പോഴും. ഇത് ലാലേട്ടൻ ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവർക്ക് ഇത്രയും പ്രശസ്തി ഇത്രയും പണമുള്ള സ്ഥിതിക്കുക ഇവർക്ക് ഒരുപാട് നല്ല മൂവീസ് ചെയ്ത് സിനിമാ ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതിൽ മോഡൽ ചെയ്യുന്നില്ല. പക്ഷേ ലാലേട്ടനെ പണ്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷേ ലാലേട്ടൻ പ്രമോദം ചെയ്തെങ്കിൽ ഏക്കൂലായിരുന്നു. അല്ലല്ല, എനിക്ക് ഈ റോള് മമ്മൂട്ടിക്ക് വരെ മോളെ ചെയ്ത് നന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഈ റോള് മോളെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ഹിന്ദുയിസ്റ്റ് രീതിയിലുള്ള അങ്ങനത്തെ പുള്ളിക്ക് ഹോസ്റ്റലിൽ ഡോക്ടർ അങ്ങനത്തെ റോൾ ചെയ്യാനും മോഡൽ അവിടെ കാണും. മമ്മൂട്ടിയാണ് എന്നെ എന്താണ് ഒരു വേറെ റോൾ ഇങ്ങനത്തെ ഡോക്ടർ റോൾസ് അങ്ങനത്തെ അല്ല, പുള്ളി അല്ലാത്ത റോൾസ് ചെയ്യാനും എടുക്കാം. ഹോസ്റ്റലിൽ ശരിക്കും അത് മമ്മൂട്ടി മോളെ ചെയ്യുന്ന റോളായി. ഇതിലും ഇത് മോഹൻലാൽ മമ്മൂട്ടി നസ്രാണി വേഷം ചെയ്യാൻ എടുക്കണം. മോഹൻലാൽ അത്ര പറ്റില്ല. മോഹൻലാൽ ഹിന്ദു ആയതുകൊണ്ട് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ എടുക്കണം. ഈ പടത്തില് മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഇത്തിരി കൂടി ബെറ്റർ ആണ്, കുറച്ചുകൂടി നന്നായിരുന്നു. ഹോസ്റ്റലറിലും ആ ഗസ്റ്റ് ആ റോള് മോഹൻലാൽ ചെയ്യണ്ടേ, ബാക്കിയെല്ലാം മമ്മൂട്ടി ചെയ്യേണ്ടതാണ്. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ പറഞ്ഞാൽ അവർ വേൾഡ് സിനിമയിൽ കാണുന്നുണ്ട്, അവർ ഇങ്ങനത്തെ പുതുമയുള്ള സിനിമകൾ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഓഡിയൻസ് ഇപ്പോഴത്തെ ജനറേഷന് മോഹൻലാൽ അഡ്രസ്സില്ല, പക്ഷെ എന്നിട്ടും ദൃശ്യം കൂടി. കാരണം അവർ ഇപ്പോഴത്തെ ഓഡിയൻസ് നല്ല ഫിലിം സംബന്ധിച്ച് നല്ല എഡ്യൂക്കേറ്ററാണ്. അതാണ് മമ്മൂട്ടിയാണ് റിവ്യൂ ചെയ്തോട്ടെ ഒരു പോലെയാണല്ലോ. ഇപ്പോഴത്തെ ഓഡിയൻസിന് സാറ്റിസ്ഫൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല പോലെയല്ലേ. ഇപ്പോൾ വേൾഡ് സിനിമയിൽ ഒരുപാട് പേര് ആൾക്കാർ കാണുന്നുണ്ട്. ഈ ബ്രഹ്മയുഗത്തിൽ ലാലേട്ടൻ ആയിരുന്നെങ്കിൽ ഇതിലും വലിയൊരു ഹൈപ്പ് ഉണ്ടാവുമായിരുന്നോ? ലാലേട്ടനാണെങ്കിൽ പടം ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. ലാലേട്ടൻ എന്ത് ചെയ്താലും കോൺട്രവേഴ്സി ആയി മാറുകയാണ്. അതെല്ലാം ഓരോരുത്തർ PR വർക്ക് കളിയാണ് ഒതുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ലാലേട്ടന് വേണ്ടി ഒരു ബ്രഹ്മാണ്ഡ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പാടില്ല അണ്ണനെ. അതൊന്നും പറ്റില്ല, അവിടെ വരെ എത്താൻ പറ്റില്ലല്ലോ. ചുറ്റൊരു ഗ്യാങ് അല്ലേ, എത്ര പഴയ ഡയറക്ടേഴ്സിനും പലർക്കും പുള്ളിയുടെ അവിടെ വരെ എത്താൻ പറ്റില്ലല്ലോ. അല്ല, അണ്ണൻ്റെ ഒരു PhD കാരനാണല്ലോ, അപ്പൊ ആ ഒരു ബുദ്ധി ഉപയോഗിച്ചിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി ലാലേട്ടനെ സമീപിക്കാൻ പാടില്ലേ? അവിടെ വരെ എത്തണ്ടേ, ലാലേട്ടനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ തന്മാത്രം സിനിമയും കൊണ്ട് പ്ലസ് പോയിട്ട് അവസാനം എങ്ങനെയോ ലാലേട്ടൻ കണ്ടപ്പോഴാണ് സിനിമ ആയതാ. അതിന് മുമ്പ് മറ്റേ ഗ്യാങ് സംഭവിച്ചല്ല. അല്ല, അതെന്താ എത്താൻ സാധിക്കാത്ത എന്ത് ഗ്യാങ്? എനിക്ക് അങ്ങനെ സിനിമാ ഫീൽഡിൽ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ പാട്ട് പാടണം, അവർക്ക് സ്കോപ്പുള്ളൂ. ബാക്കി സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അവർക്കാണോ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ അവർക്കൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല, റെമ്യൂണറേഷനും ഇല്ല. അത് സ്ക്രിപ്റ്റ് റൈറ്റർ ജോൺ പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയിലൊന്നും ഒന്നും ആയില്ല. അത് ഏതൊരു ഗ്യാങ്ങാണ് ഈ ലാലേട്ടനിലേക്ക് അടുപ്പിക്കാത്തത്? അത് ആൻഡി ബെൻബോർ ഗ്യാങ് സംശയമുണ്ട്. പുള്ളി ആൻഡി ബെൻബോറാണ് കഥയിൽ കേൾക്കുന്നത്, ഇനിയും ശരിയാവും. ആ ഒരു ഗ്യാങ് ഇപ്പം കൂടുതലായും പറയാം, പ്രണവ് എന്നീ സിനിമയിൽ ഇൻട്രസ്റ്റ് ഇല്ല. മോഹൻലാൽ കുറച്ച് ഒരു 6-7 വർഷമേ ഉണ്ടാവും. അതിനുള്ളിൽ മാക്സിമം കാശിലാക്കാണ് ആൻഡി ബെൻബോർ ശ്രമിക്കുന്നത്. മോഹൻലാൽ അത് മനസ്സിലാക്കുന്നില്ല. പല സാഹചര്യത്തിലും മോഹൻലാൽ മണ്ടനായി മാറുകയാണ്. പല കാര്യത്തിലും ഇത് അറിയാത്തത് കൊണ്ടാണോ അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കുന്നതാണോ അറിയില്ല. ആ കാര്യത്തിൽ മമ്മൂക്ക ഇപ്പോഴും പഴയ ഡയറക്ടേഴ്സിനായാലും പുതിയ ഫിലിം മേക്കേഴ്സിനായാലും പുള്ളിക്ക് പുള്ളിക്ക് 2 കാര്യമില്ല, ആക്ടിങ് ആൻഡ് ഫാമിലി. പുള്ളിക്ക് ഒരുപാട് സമയമുണ്ട്. പുള്ളി വേൾഡ് സിനിമ കാണും. പുള്ളിയുടെ പാഷൻ എല്ലാം സിനിമയാണ്. മോഹൻലാൽ മമ്മൂട്ടിയെക്കാട്ടും ടാലൻ്റഡ് ആണെങ്കിലും മോഹൻലാലിന് ആ ഒരു പാഷനില്ല. പണ്ട് പത്മനാഭൻ്റെ ഒപ്പമല്ല മോഹൻലാൽ അഭിനയം നിർത്തിയാലും മമ്മൂട്ടി അഭിനയം നിർത്തില്ല. ആ ഒരു പാഷനുണ്ട്. പക്ഷെ ടാലൻറ്റ് ആക്ടിങ് ടാലൻറ്റ് കൂടുതൽ മോഹൻലാൽ തന്നെയാണ്. ഇപ്പോൾ ബോട്ടോക്സ് ഇൻഡസ്ട്രിയിൽ എടുത്ത് ആകെ ഓളായിരിക്കാം. ആരൊക്കെ കളിക്കണ്ട, ആ ബോട്ടോക്സ് ഇൻഡസ്ട്രി പോലും കളിയാണ്. കാരണം പുള്ളിക്ക് എടുത്തു പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഭാവാഭിനയം. അതാണ് കൊണ്ടേ കളഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചില മണ്ടത്തരങ്ങൾ ലാലേട്ടൻ ചെയ്യുന്നുണ്ടോ എന്നാണ് സാന്ത്വന ദിനേശൻ പറഞ്ഞു. അങ്ങനത്തെ ഓരോ ബുദ്ധിയില്ലായ്മ കാണിക്കുന്നത്.